ഇൻഷോട്ടിലൊരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ പഠിച്ചാലോ? അപ്പോൾ അതിനായിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഇൻഷോട്ട് ആപ്പ് ഓപ്പൺ ചെയ്യാം. അതിൽ വീഡിയോ ക്ലിക്ക് ചെയ്ത് ന്യൂ എന്ന് കൊടുക്കുമ്പോൾ നമ്മുടെ ഗാലറിയിലുള്ള വീഡിയോസൊക്കെ കാണാം. അതിൽ വേണ്ട വീഡിയോസ് എല്ലാം സെലക്ട് ചെയ്യുക. ഫോട്ടോ വേണമെങ്കിലും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ മുകളിലുണ്ട്. എന്നിട്ട് ഓക്കെ കൊടുക്കുമ്പോൾ ഇതുപോലെയാണ് കാണാം. താഴെ ഒരുപാട് ടൂൾസ് കൊടുത്തിട്ടുണ്ട്. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴുള്ള ഡിസ്റ്റർബൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ വോളിയം റെഡ്യൂസ് ചെയ്ത് കൊടുക്കും. അത് അപ്ലൈ ടു ഓൾ എന്നുള്ളത് വേണം സെലക്ട് ചെയ്യാൻ. ഇനിയുള്ളത് ക്യാൻവാസ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഏത് പ്രൊപ്പോർഷനിൽ കാണണം എന്നുള്ളത് നമുക്കിവിടെ ചൂസ് ചെയ്ത് കൊടുക്കാം. ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ടിക്ടോക്ക് അങ്ങനെ കുറച്ച് ക്യാൻവാസ് ഒക്കെ താഴത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ട പ്രൊപ്പോർഷൻ സെലക്ട് ചെയ്തിട്ട് അപ്ലൈ ടു ഓൾ എന്നുള്ളത് തന്നെ ക്ലിക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഞാൻ ഈ ഒരു പ്രൊപ്പോർഷനാണ് ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് ഓക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. വീഡിയോ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാം. അപ്പോൾ വേണ്ട ഭാഗം എത്തുന്ന സമയത്ത് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് മുകളിലത്തെ ടൂൾസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്പ്ലിറ്റ് എന്നുള്ള ഓപ്ഷൻ കാണും. ഈ സ്പ്ലിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് രണ്ടായിട്ട് കട്ടായി. അപ്പോൾ ആ കട്ടായ ഭാഗം സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് പോകും. അൺഡു ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ തന്നെ ആകും. അതല്ലാതെ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. അത് അത്രയും ഭാഗം കട്ടായിട്ട് പോകും. സോ നമുക്ക് വേണ്ടാത്ത ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും സ്പീഡ് കൂട്ടണം, സ്പീഡ് കുറയ്ക്കണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ മുകളിലെ ടൂൾസിൽ സ്പീഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, നമ്മുടെ വീഡിയോ കുറച്ചും കൂടി സ്പീഡായി. ഇനി ഇത് പഴയതുപോലെ തന്നെ കൊണ്ടുവരാം. നമുക്ക് കേർവ് എന്നുള്ളൊരു ഓപ്ഷൻ മുകളിൽ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണുക. ഇതിൽ ഓരോ സ്ഥലങ്ങളിലും നമുക്ക് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് ഏത് ഭാഗം സ്പീഡ് കൂട്ടണം, ഏത് ഭാഗം സ്പീഡ് കുറയ്ക്കണം എന്നുള്ളത് സെലക്ട് ചെയ്യും. അപ്പോൾ മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ സ്പീഡ് കൂടും, താഴത്തേക്ക് ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ സ്പീഡ് നന്നായിട്ട് കുറയുകയും ചെയ്യും. ഈ സ്റ്റാൻഡേർഡും കേർവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒരു വീഡിയോ മുഴുവനായിട്ട് ഒരേ സ്പീഡിൽ കൊണ്ടുപോകണമെന്നാണെങ്കിൽ സ്റ്റാൻഡേർഡ് കൊടുക്കാം. അതല്ല ചില ഭാഗത്ത് മാത്രം സ്പീഡ് കൂട്ടണം, കുറയ്ക്കണം അങ്ങനെയൊക്കെയാണെങ്കിൽ കേർവ് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ആവശ്യമായുള്ള സ്പീഡൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. ഒരു വീഡിയോ കഴിഞ്ഞ് അടുത്ത വീഡിയോയിലേക്ക് കടക്കുമ്പോൾ ഒറ്റ ചാട്ടത്തിന് എത്തുന്ന പോലെ തോന്നുന്നുണ്ടോ? അപ്പോൾ ഒരു ട്രാൻസിഷൻ അവിടെ കൊടുക്കണ്ടേ? ഇങ്ങനെ ഒരു ഓപ്ഷൻ രണ്ട് വീഡിയോയുടെ ഇടയിലായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ഇഷ്ടമുള്ള ട്രാൻസിഷൻ എഫക്റ്റുകൾ സെലക്ട് ചെയ്യാം. എൻ്റെ വീഡിയോസിൽ ഞാൻ കൂടുതലും യൂസ് ചെയ്തിട്ടുള്ള ഒരു എഫക്റ്റ് ഈ ഫസ്റ്റ് കാണുന്ന ട്രാൻസിഷൻ എഫക്റ്റ് ആണ്. ഇതാകുമ്പോൾ ഒരു സ്മൂത്ത് ഫിനിഷ് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് ഇതിലെങ്ങനെയാണ് ഫിൽറ്റേഴ്സ് കൊണ്ടുവരിക, എഫക്ട്സ് കൊണ്ടുവരിക എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ എഫക്റ്റ് ഫിൽറ്റർ എന്നുണ്ട്. അതിൽ ഫിൽറ്റർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ കാണുന്നത് തന്നെ എഫക്റ്റ് എന്നുള്ള ഒരു ടൂളാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എഫക്ട്സ് നമ്മുടെ വീഡിയോയ്ക്ക് കൊടുക്കാൻ പറ്റും. ചില വീഡിയോസിന് നമുക്കിതുപോലെയുള്ള എഫക്ട്സ് ഒക്കെ നല്ലോണം ഹെൽപ്പ് ചെയ്യും. കുറച്ച് ഫോട്ടോസൊക്കെ ആഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണെങ്കിൽ ഇതുപോലുള്ള എഫക്റ്റൊക്കെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ടാകും. ഇനി അടുത്ത ഓപ്ഷൻ അഡ്ജസ്റ്റ് എന്നുള്ളത് കാണാം. അഡ്ജസ്റ്റിൽ തന്നെ ഫിൽറ്ററും ഉണ്ട്, അഡ്ജസ്റ്റും ഉണ്ട്. ഈ അഡ്ജസ്റ്റിലാണ് നമ്മളധികം നമ്മുടെ ബ്രൈറ്റ്നസ്സും പിന്നെ ഈ കോൺട്രാസ്റ്റും സാച്ചുറേഷനും പിന്നെ അതുപോലെ നമ്മുടെ വീഡിയോയുടെ ഷാർപ്നെസ്സും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യും. ഇനി നമ്മുടെ വീഡിയോയ്ക്ക് ഒരു മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് സെക്കൻഡ് ഓപ്ഷനായിട്ടുള്ള ഓഡിയോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി മ്യൂസിക് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫീച്ചേർഡായിട്ട് നമ്മുടെ ഇൻഷോട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് മ്യൂസിക്കുകൾ കാണാൻ പറ്റും. ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അടുത്ത ഓപ്ഷൻ മൈ മ്യൂസിക് ആണ്. ഇതിൽ നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഓഡിയോസ് കാണാൻ പറ്റും. ഇതിലേതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഓക്കെ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഓഡിയോ സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ടത് നമ്മുടെ വീഡിയോയിലേക്ക് ആക്കുന്നുണ്ട്. ഇങ്ങനെ വീഡിയോയിൽ നമ്മൾ ആക്കിയിട്ടുള്ള ഓഡിയോ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ വീഡിയോ കട്ട് ചെയ്ത സെയിം പ്രോസസ്സ് തന്നെയാണ്. സെലക്ട് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. വേണ്ടാന്നുണ്ടെങ്കിൽ അൺഡു ചെയ്ത് കഴിഞ്ഞാൽ പഴയ പോലെ തന്നെ ആകും. ഇനി ഈ ഒരു ഓഡിയോയ്ക്ക് എന്തെങ്കിലും എഫക്ട്സ് കൊടുക്കണം, എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മുകളിൽ തന്നെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. എഡിറ്റ്, വോളിയം ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ചെയ്യാം, സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഒരു മ്യൂസിക് ഒന്നും വേണ്ട, ഓൺ വോയിസ് ആയിട്ടാണ് ഓഡിയോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ റെക്കോർഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെയാണ് കാണാൻ പറ്റുക. ഇതിൽ റെക്കോർഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൈമർ ഉണ്ടായിരിക്കും, 3 സെക്കൻഡ് ടൈമർ ആയിരിക്കും. റെഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഓൺ ആവുകയും ചെയ്യും. സെയിം അതിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആവുകയും ചെയ്യും. ഇനി ഇതിൽ ടൈമർ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അത് ഫിനിഷ് ആയിക്കഴിഞ്ഞാൽ ഓക്കെ കൊടുത്തിട്ട് നമ്മുടെ നേരത്തെ ഓഡിയോയിൽ എന്തൊക്കെ എഡിറ്റ് ചെയ്തോ അതൊക്കെ വീണ്ടും ചെയ്യാം.
ഇനി നമുക്ക് വീഡിയോയിൽ എങ്ങനെ സ്റ്റിക്കർ ആഡ് ചെയ്യാൻ നോക്കാം. സ്റ്റിക്കർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇതിൽ ആവശ്യമുള്ളൊരു സ്റ്റിക്കർ എടുത്തിട്ട് വേണ്ട ഭാഗത്ത് പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഇവിടെ യൂട്യൂബിൻ്റെ ഐക്കണാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ സൈഡിലുള്ള ആരോ മാർക്ക് പ്രസ് ചെയ്തിട്ട് നമുക്ക് വലുതാക്കാനും ചെറുതാക്കാനും പറ്റും. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഈ സ്റ്റിക്കർ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നമുക്ക് സൈഡിൽ നിന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ സൈഡിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ബിഗിനിങ് കണ്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് കിടക്കും. ഇൻഷോട്ടിൽ കുറച്ച് സ്റ്റിക്കേഴ്സേ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളത് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക തന്നെ വേണം. ഇതേപോലെ തന്നെയാണ് ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നത്. ടെക്സ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിന് കുറച്ച് എഫക്റ്റുകളൊക്കെ കൊടുക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് ഏത് കളർ വേണം എന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ളതാണ്. അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. താഴെയും കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, അത് നമ്മൾ ഹെഡിങ് ഒക്കെ കൊടുക്കുമ്പോൾ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഫോണ്ട് ഏത് രീതിയിൽ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ആദ്യം കണ്ട ഫോണ്ട് തന്നെയാണ്, അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. യൂസ് ചെയ്തിട്ട് കളർ ബ്ലാക്ക് ആക്കി മാറ്റിയിട്ട് നമുക്കിവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആവശ്യമുള്ള സ്ഥലത്തേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് ചെറുതാക്കോ വലുതാക്കോ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തതിന് ശേഷം ഇത് വീഡിയോ എൻഡിങ് വരെ കൊടുക്കണം. അപ്പോൾ സൈഡിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ എൻഡ് എന്നുള്ളതിൽ കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് അത് ആ വീഡിയോയിൽ കിടക്കും. ഇനിയും ഒരുപാട് ടൂൾസ് നമ്മുടെ ഇൻഷോട്ടിലുണ്ട്. ആനിമേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെയിം നമ്മുടെ ട്രാൻസിഷൻ എഫക്റ്റ് പോലെ തന്നെയാണ്. എന്നാലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും പറയണം. എഡിറ്റിംഗ് എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ എങ്ങനെയായിരിക്കും ഫൈനൽ ഔട്ട്പുട്ട് എന്നുള്ളത് കാണാൻ പറ്റും. ഒരു പ്രശ്നം തോന്നുന്നത് താഴെ ആ ഇൻഷോട്ടിൻ്റെ വാട്ടർമാർക്ക് കാണാനുണ്ട്, അതെടുത്തങ്ങോട്ട് കളയണം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഇൻഷോട്ട് എന്നുള്ളതിൻ്റെ മുകളിലൊരു ഇൻഡു മാർക്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ റിമൂവ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, അതിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ ഒരു ആഡ് പ്ലേ ആവും. അത് കഴിഞ്ഞതിന് ശേഷം ഇൻഷോട്ട് എന്നുള്ളത് റിമൂവ് ആയിട്ടുണ്ടാവും. ഇനി ഇത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലുള്ള എക്സ്പോർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. വേണ്ട സൈസ് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ സേവ് ആയി. കുറച്ച് പേർക്കെങ്കിലും നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.